നമസ്കാരം. ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ടതായ പല കാര്യങ്ങളും മുൻകൂട്ടി മനസ്സിലാക്കുവാൻ ഏവർക്കും സാധിക്കണം എന്നില്ല. എന്നാൽ തൊടുകുറിയിലൂടെ അത് ഏവർക്കും സാധിക്കുന്നു എന്നതാണ് വാസ്തവം. ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന പല കാര്യങ്ങളും ഇത്തരത്തിൽ അറിയുവാൻ സാധിക്കുന്നതുമാണ്. ഇവിടെ തൊടുകുറിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് 2 ചിത്രങ്ങളാണ്. അതിൽ ആദ്യത്തേത് സൂര്യനും രണ്ടാമത്തേത് ചന്ദ്രനുമാകുന്നു. 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഏവരും ഓം നമഃശിവായ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ജീവിതത്തിൽ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും ആ കാര്യങ്ങൾ ജീവിതത്തിൽ ലഭിക്കാത്തതായ സാഹചര്യമുണ്ട്. ജീവിത വിജയങ്ങൾ ആഗ്രഹിച്ചാൽ പോലും പലപ്പോഴും അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അതിൽ മാറ്റങ്ങൾ വന്ന് ചേരണം എന്ന് ആഗ്രഹിക്കുന്നവർ കൂടിയാണ് നിങ്ങൾ. അത്തരം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ഗുണാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വർദ്ധിക്കുന്ന സാഹചര്യങ്ങളാണ് കടന്നു വരിക. ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. സാമ്പത്തിക കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. കൂടാതെ ഈ സമയം ഉയർച്ചയുള്ള സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. അതിനാൽ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ഉയർച്ച നിങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേടിയെടുക്കുവാൻ സാധിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. വിദ്യയിൽ ഉയരുവാനുള്ള അവസരങ്ങൾ, ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. കൂടാതെ അവിവാഹിതരായ വ്യക്തികളാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. സ്വർഗതുല്യമായ ഒരു ജീവിതം തന്നെ ഈ സമയം ഇവർക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. കാര്യങ്ങൾ ക്രമേണ അനുകൂലമായി ഭവിക്കുന്നതായ സാഹചര്യം, ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും സ്വന്തമാക്കുവാൻ സാധിക്കുന്ന സമയമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ഇഷ്ടദേവതയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. അതിനാൽ തന്നെ ഈശ്വരാധീനം കുറയുന്നില്ല എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളും നിങ്ങൾ വിചാരിച്ച പോലെ നടത്തിയെടുക്കുവാൻ സാധിക്കുന്നതായ അന്തരീക്ഷം രൂപപ്പെടും എന്ന കാര്യം ഓർക്കുക. വന്നു ചേരുന്നതായ ഇത്തരം സാഹചര്യങ്ങളെ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളും കൃത്യസമയത്ത് തന്നെ ചെയ്യുവാനായി ശ്രമിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായി തീരാം. പല കാര്യങ്ങളും പിന്നീട് ചെയ്യാം എന്ന രീതിയിൽ മാറ്റിവയ്ക്കുന്നവരാണ് നിങ്ങൾ. അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. കുടുംബത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ സുഹൃത്തുക്കൾ വേണ്ടപ്പെട്ടവരുമായി വന്നു ചേരുന്നതാണ്. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. കൂടാതെ നിങ്ങൾക്ക് മാനസിക വിഷമതകൾ വർദ്ധിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. രോഗദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കുറയും. ഈശ്വരാധീനം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്ന സാഹചര്യമാണ് വന്നു ചേരുക എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. സന്തോഷവും മനസമാധാനവും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സന്തോഷം ആഗ്രഹിക്കുന്നതായ ആ കാര്യങ്ങൾ സന്തോഷത്തോടെ ചെയ്യുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം ഇഷ്ടദേവതയുടെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ പലവിധ ദുരിതപൂർണമായ അവസ്ഥകളും അപകട സാധ്യതകളും ജീവിതത്തിൽ നിന്നും അകന്നു പോകുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. സൽപ്രവർത്തികൾ ചെയ്യുവാനും മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ സ്ഥാനം നേടിയെടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമാണ്. ഗുണാനുഭവങ്ങൾ അല്പം വർദ്ധിക്കുന്നതായ സമയമാകുന്നു. അനുഭവിച്ച് പോരുന്നതായ പലവിധ കഷ്ടതകൾക്കും ദുരിതങ്ങൾക്കും പരിഹാരം, ആശ്വാസം ലഭിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. ശ്രദ്ധയോടെ തന്നെ നീങ്ങുക. ശ്രദ്ധയോടെ നീങ്ങിയില്ല എങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് തിരിച്ചടിയായി വന്ന് ഭവിക്കുന്നതുമാണ്. ആ കാര്യം കൂടി മനസ്സിലാക്കി മുന്നോട്ട് പോവുക. രണ്ടാമത്തെ ചിത്രമായ ചന്ദ്രദേവനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. അപ്രതീക്ഷിതമായി അത്ഭുതങ്ങൾ
പ്രതീക്ഷിക്കാതെ തന്നെ പല കാര്യങ്ങൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്തതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നു എന്നതാണ് വാസ്തവം. കൂടാതെ ഈ സമയം വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിച്ചു എന്ന് വരാം. കർമ്മരംഗം കൂടുതൽ ഊഷ്മളമായി തീരുന്ന സാഹചര്യമാണ് വന്നു ചേരുക. ദാമ്പത്യ ജീവിതം നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. ധനം കൈകളിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്ന സാഹചര്യമാണ് വന്നു ചേരുക. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനപരമായ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യമാണ് ഉള്ളത്. പുതിയ വ്യക്തികളെ നിങ്ങൾക്ക് പരിചയപ്പെടുവാൻ സാധിക്കും. പുതിയ വ്യക്തികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതുമാണ്. നിങ്ങളുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടിരിക്കുന്നതായ സമയമാകുന്നു. തന്മൂലം കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിൽ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. അതിനാൽ നിത്യവും നിങ്ങൾ പ്രാർത്ഥിച്ചു തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. ചില തിരിച്ചടികൾ വന്നു ചേരുമ്പോൾ ഒരിക്കലും നിങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കരുത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. സൽപ്രവർത്തികൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും, കൂടുതലായി ചെയ്യുവാൻ സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. കളങ്കമില്ലാത്ത മനസ്സിന്റെ ഉടമകളാണ് നിങ്ങൾ. പെട്ടെന്ന് തന്നെ സന്തോഷവും പെട്ടെന്ന് തന്നെ വിഷമവും ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നവർ കൂടിയാകുന്നു. ചിന്തകൾ നിങ്ങൾക്ക് അത് പോസിറ്റീവായ ചിന്തകൾ വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാകുന്നു. നെഗറ്റീവായ ചില ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുന്നു എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കണം. ഇത് നിങ്ങൾക്ക് പല വിധത്തിലുള്ള ദോഷകരമായ കാര്യങ്ങൾക്കും കാരണമായി തീരും എന്നുകൂടി മനസ്സിലാക്കുക. മറ്റുള്ളവർ അവഗണിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലും. മറ്റുള്ളവർ പോലും അംഗീകരിക്കുന്നതായ കാര്യങ്ങൾ പ്രവർത്തിക്കാനും മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ സ്വസ്ഥതയില്ലാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. പലവിധ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുന്നു എന്നതാണ് വാസ്തവം. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് അവർ നിങ്ങൾക്ക് നൽകുന്നതായ അവഗണനയോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാലോ മറ്റു കാര്യങ്ങളാലോ മനസ്സ് അലോസരപ്പെടുത്തുന്നു എന്നതാണ് വാസ്തവം. അതിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന ആഗ്രഹം നിങ്ങൾക്ക് വന്ന് ചേരുന്നതാകുന്നു. അപവാദം അനുഭവിക്കുവാൻ പല വിധത്തിലും സാഹചര്യങ്ങൾ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. അത് മുൻകൂട്ടി മനസ്സിലാക്കി തന്നെ നിങ്ങൾ ഒഴിഞ്ഞു മാറേണ്ടത് അനിവാര്യമാകുന്നു. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാം. സഹായിച്ചവർ തന്നെ നിങ്ങൾക്ക് പല രീതിയിലുള്ള തിരിച്ചടികൾ തന്നു എന്ന് വരാം. അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടും ചില ദോഷകരമായ കാര്യങ്ങൾ വന്നു ചേരാം. ഏവരും എന്ന് പരാമർശിക്കുന്നില്ല, ചിലരെങ്കിലും അത്തരത്തിൽ പ്രവർത്തിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും ചെയ്യും. സാമ്പത്തിക പരാധീനതകൾ പ്രശ്നങ്ങളുണ്ട്. പലപ്പോഴും കൈകളിൽ പണം നിൽക്കാത്തതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നവരുമാണ് നിങ്ങൾ. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ആരോ നിങ്ങളെ സഹായിക്കാനായി എത്തും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളിൽ നിന്നും സഹായം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വരാം. അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതായ ചില വ്യക്തികളും സഹായിച്ചു എന്ന് വരാം. എന്നാൽ ഏത് കാര്യവും നിങ്ങൾ എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ നടക്കും. എന്നാൽ ക്രമേണയാണ് ഇത്തരം കാര്യങ്ങൾ വന്നു ചേരുക എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. ഈ സമയം ധനം നിങ്ങളുടെ കൈവശം, നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും ഈ സമയം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. അഥവാ ആഗ്രഹ സാഫല്യം ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും.